സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് റിവ്യൂ മാത്രം പറഞ്ഞുകൊണ്ട് 25 ലക്ഷത്തിന് മുകളിൽ സമ്പാദിച്ചു എന്ന് പറഞ്ഞത് തള്ളാണോ? വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പേടകവുമായി പോകുന്നത് ഞാനല്ല കേട്ടോ, എന്റെ ബ്രദറാണ്. അവൻ പോകുന്നത് എന്റെ യൂട്യൂബ് റവന്യൂ കളക്ട് ചെയ്യുവാൻ വേണ്ടിയാണ്. അതെ, എന്റെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ വന്നിരിക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. എല്ലാവരും അവരുടെ യൂട്യൂബ് റവന്യൂ എല്ലാം ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ തള്ളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇത് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. യൂട്യൂബ് തുടങ്ങി 2-ാം മാസം തന്നെ ഞാൻ എന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 3-ാം മാസം മുതൽ എനിക്ക് റവന്യൂ വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ അത് എനിക്ക് $100 ആക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് എനിക്ക് പിൻവലിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മാസത്തെ പൈസയും അതിനു മുമ്പ് ഹോൾഡായി കിടന്നിരുന്ന പൈസയും എനിക്ക് ഒരുമിച്ചാണ് ലഭിച്ചിരുന്നത്. അതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തെ എമൗണ്ട് ആയിരുന്നു. യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടി എന്നുള്ളത് നമ്മൾ കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ല എന്നാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ എത്രയാണെന്നുള്ളത് കൃത്യമായി പറയുന്നില്ല. നിങ്ങളെ ഈ റവന്യൂ കാണിക്കുവാൻ വേണ്ടി ഞാൻ 3 അക്കൗണ്ടുകളിലൂടെയാണ് ഈ പൈസ പിൻവലിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ATM-ൽ നിന്ന് പിൻവലിക്കുമ്പോൾ അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് 3 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ പൈസ ഞാൻ പിൻവലിച്ചിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് ഇത്രയെല്ലാം പൈസ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ആശ്ചര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിരുന്നത്. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു തുടങ്ങിയപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ബിഗ് ബോസിന്റെ റിവ്യൂ ഇട്ട് തുടങ്ങിയതായിരുന്നു. ഒരുപാട് മുൻനിര യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ ആര് കാണാൻ പോകുന്നു എന്നുള്ള ധാരണ എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു എനിക്ക് സംഭവിച്ചിരുന്നത്. സത്യം പറയാമല്ലോ, ഈ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. മുഖം കാണിച്ച് വീഡിയോ ചെയ്യുവാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇതുപോലെ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ വേയിലുള്ള റിയാക്ഷൻ വീഡിയോസ് ഒന്നുമല്ലെങ്കിലും എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ എന്റെ യൂട്യൂബിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഇഷ്ടമില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് വളരെയധികം ഇറിറ്റേഷൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പല ആളുകളും നെഗറ്റീവ് കമന്റ്സുകൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്, എന്റെ സൗണ്ട് ഇങ്ങനെയായി പോയി. സ്വന്തമായി എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കണമെന്നുള്ളത് ഒരു അതിയായ ആഗ്രഹമായിരുന്നു. എന്നാൽ ജോലിക്ക് പോകുവാനുള്ള ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്നൊരു സക്സസ് ഉണ്ടാവുക എന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ അതിനായിട്ടുള്ള എഫേർട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സക്സസ് കൈവരിക്കാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്വന്തമായി ഇത്രയെല്ലാം പൈസ സമ്പാദിച്ചോ എന്നാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ ഇപ്പോൾ എനിക്ക് തന്ന സപ്പോർട്ട് തുടർന്നുമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ബിഗ് ബോസ് സീസൺ 7 റിവ്യൂ പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് 26 ലക്ഷത്തോളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ ഒരു തള്ളായിട്ടാണ് തോന്നിയിരുന്നത്. ഇപ്പോൾ എന്റെ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തള്ളിയതല്ല, യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കുവാൻ കഴിയും. അത് നമ്മൾ നന്നായി തന്നെ എഫേർട്ട് എടുത്താൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് താഴെ കമന്റായി ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും തരുവാൻ മറക്കരുത്.